Hi everyone, this is Shafi aka Mr. Techken. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു PC ബിൽഡിനെ കുറിച്ചാണ്. അപ്പോൾ PC ബിൽഡ് എന്താണെന്ന് ബ്രീഫ് ആയിട്ട് ഞാൻ പറയാം. നമ്മൾ നോർമലി ഒരു ഗെയിമിംഗ് PC മേടിക്കാന്ന് വിചാരിക്കുക. അതിന്റെ ഒരു CPU മാത്രം നമ്മൾ മേടിക്കുകയാണെങ്കിൽ ആ CPU മൊത്തത്തിൽ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 1 മുതൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രൈസ് വരുന്നതായിരിക്കും. പക്ഷേ അതേ സാധനങ്ങൾ അതേ സ്പെസിഫിക്കേഷനോട് കൂടി നമുക്ക് വീട്ടിലിരുന്ന് അസംബിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്സ് ആയിട്ട് നമ്മൾ മേടിച്ച് അസംബിൾ ചെയ്യാൻ അറിയാവുന്നവർ അസംബിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 50 മുതൽ 60 രൂപയ്ക്കകത്ത് നിൽക്കും. അപ്പോൾ അത്രയും ഒരു ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ഒരു ഗെയിമിംഗ് PC ഹൈ സ്പെസിഫിക്കേഷനോട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഈ ഒരു PC ബിൽഡിംഗ് ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. അപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മുടെ മദർബോർഡ് പറയാം. ഇത് B365M ഗെയിമിംഗ് മദർബോർഡാണ്, ജിഗാബൈറ്റിന്റെ മദർബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസർ എന്ന് പറയുന്നത് ഇന്റലിന്റെ Core i5 9th ജനറേഷന്റെ പ്രൊസറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് F സീരീസ് ആണ്. അപ്പം F സീരീസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം F സീരീസ് ഒരു കുഴപ്പമുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ F സീരീസ് പ്രൊസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ F സീരീസ് അല്ലാത്ത ബാക്കി ഏതെങ്കിലും സീരീസ് ആയിട്ടുള്ള പ്രൊസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അതായത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കാണും. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ F സീരീസ് അല്ലാത്ത ബാക്കി ഏതെങ്കിലും സീരീസ് മേടിക്കുന്നതായിരിക്കും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാം. പക്ഷേ റേറ്റ് കുറവ് F സീരീസിനായതുകൊണ്ടാണ് ഞാൻ F സീരീസ് മേടിച്ചത്. അപ്പം F സീരീസ് ഞാൻ പറഞ്ഞു ഗ്രാഫിക്സ് കാർഡ് വേണം. സോ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Asusന്റെ GeForce GTX 1650 ഗ്രാഫിക്സ് കാർഡാണ്. സൂപ്പറും അല്ല TI അല്ല, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സാധാ ബേസിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ 4GB ഗ്രാഫിക്സ് കാർഡാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു നോർമൽ 6GB ഗ്രാഫിക്സ് കാർഡിൻ്റെ, അതായത് 22 രൂപയൊക്കെ വരുന്ന ഒരു 6GB ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു പവർ നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ GTX 1650 ഒരു പ്രത്യേകത. ഇനി നമുക്ക് റാം ഏതാ ഉപയോഗിച്ചെന്ന് പറയാം. റാം ഞാൻ ഉപയോഗിച്ചിരുന്നത് കൊസയറിൻ്റെ റാമാണ്. കൊസയറിൻ്റെ റാം നമുക്ക് 16GB റാമാണ് യൂസ് ചെയ്യുന്നത്. 16GB എന്ന് പറയുമ്പോൾ നമ്മൾ 2 റാം മേടിച്ചു. 8GB 8GB 2 റാമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മദർബോർഡ് എന്ന് ഞാൻ പറഞ്ഞത് ജിഗാബൈറ്റിൻ്റെ മദർബോർഡാണ്. ഫസ്റ്റ് നമ്മൾ മദർബോർഡ് മേടിക്കുമ്പോൾ ആ മദർബോർഡിനകത്ത് ഏതൊക്കെ റാം അല്ലെങ്കിൽ ഏതൊക്കെ സ്പെക്ക് വെച്ചാലാണ് കറക്റ്റ് വർക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ നോക്കി ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ ബാക്കി പ്രോഡക്റ്റ്സ് മേടിക്കാവൂ. അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ റാം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള റാം എന്ന് പറയുന്നത് 32GB റാമാണ്. അപ്പം 2 പോർട്ട് ഉണ്ട്. സോ നമുക്ക് 16GB ആണ്. ഓരോ പോർട്ടിൽ നമുക്ക് 16GB മാക്സ് ഉപയോഗിക്കുന്ന രീതിയിലാണ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. സോ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം അത് നോക്കിയിട്ട് അങ്ങനത്തെ രീതിയിലുള്ള റാമേ നമ്മൾ മേടിക്കും. സോ ഇവിടെ ഞാൻ എൻ്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഞാൻ തൽക്കാലത്തേക്ക് 16GB റാമാണ് യൂസ് ചെയ്യുന്നത്. അതും 8GB 2 റാം. 2 പോർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ അത് നമുക്ക് അതിനകത്ത് പറയാം. ഓക്കെ, സോ നമ്മൾ അങ്ങനത്തെ റാമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു, റാം പറഞ്ഞു, ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് SSD പോകാം. നമ്മൾ ലെക്സാറിൻ്റെ 240GB SSD ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഹാർഡ് ഡിസ്ക് SSD എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും SSD ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. പക്ഷേ SSDക്ക് റേറ്റ് കൂടുതലാണ്. GB അതിനകത്തുള്ള ഒരു സ്റ്റോറേജ് കുറവായിരിക്കും, സ്റ്റോറേജിൻ്റെ GB കുറവായിരിക്കും. സോ SSDയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. നല്ല സ്പീഡിൽ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കൂടുതലായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വർക്കും നമ്മുടെ SSD എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കുമാണ് നടക്കുന്നത്, ഇലക്ട്രോണിക്സ് വർക്കുമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് SSDക്കാണ് കൂടുതൽ പെർഫോമൻസ് കിട്ടുക. സോ ഞാൻ SSD യൂസ് ചെയ്യുന്നത് വിൻഡോസ് C അല്ലെങ്കിൽ നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ SSD യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. ആ ഹാർഡ് ഡിസ്ക് 1TB ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഏത് കമ്പനി വെച്ചാൽ മേടിക്കാം, അത് ഏതായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഓക്കെ, യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ ആൻടെക്കിൻ്റെ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 440 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ്. സജസ്റ്റ് ചെയ്യുന്നത് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ്. ഈ ഒരു സ്പെക്കിന് നമുക്ക് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ് വേണ്ടത്. ഇത് ഒരു കമ്പനി നല്ല പെർഫോമൻസ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്താണ്. പക്ഷേ ഞാൻ സ്റ്റിൽ സജസ്റ്റ് ചെയ്യുന്നത് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ക്യാബിനിലേക്ക് പോകും. ക്യാബിൻ യൂസ് ചെയ്യുന്നത് ഫോക്സിൻ്റെ ക്യാബിനാണ്. അപ്പം ഈ ക്യാബിനകത്ത് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് 6 ഫാൻസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എയർ ഫ്ലോയും മറ്റു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കും, നല്ലൊരു എയർ കണ്ടീഷനിങ് രീതിയായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോക്സിൻ്റെ ക്യാബിൻ യൂസ് ചെയ്തത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കൂളിൻ്റെ ക്യാബിൻ മേടിക്കാം, അതിന് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് PC ബിൽഡിലേക്ക് അപ്പം പോവാം. ഇതാണ് എൻ്റെ PC ബിൽഡ്. സോ ഇതിനകത്ത് സ്പെസിഫിക്കേഷനും കാര്യങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ,
സോ നമ്മുടെ മദർ ബോർഡ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ പ്രൊസസ്സർ നമ്മൾ യൂസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസസ്സറാണ് 9th ജനറേഷൻ ഇൻറ്റൽ കോർ i5ൻ്റെ എഫ് സീരീസ് പ്രൊസസ്സറാണ്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എഫ് സീരീസ് മാക്സിമം മേടിക്കാതിരിക്കുക. വേറെ ഏതെങ്കിലും എഫ് സീരീസ് അല്ല വേറെ സീരീസ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കാണും. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ളതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ കൊടുത്തതിന് ശേഷവും നമുക്ക് ഗ്രാഫിക്സ് കാർഡിനകത്ത് നമുക്ക് ഡിസ്പ്ലേ ഔട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് മദർ ബോർഡിൽ നിന്നും കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് GTX 1650 ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് HDMI-യും DVI-യും ആണ് ഉള്ളത്. ഇതിനകത്ത് നമുക്ക് നോർമലി കാണുന്ന ആ ഒരു ഔട്ട് ഇതിലില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം നമ്മൾ ഒരു കോഡ് വയർ മേടിക്കേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രത്യേകത. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വർക്ക് പെർഫോമൻസ് മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു 6GB 22,000 റുപ്പീസിൻ്റെ 6GB ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ പവർ സപ്ലൈ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റാം ഇതാണ്ടോ 2 സ്ലോട്ടാണുള്ളത്. 2 സ്ലോട്ട് റാം എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് 32GB ആണ്. അപ്പം ഒരു സ്ലോട്ടിൻ്റെ മാക്സിമം 16GB ആണ്. അപ്പോൾ അങ്ങനെ 16GBയുടെ നമുക്ക് 2 റാം വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ഒരു പ്രൈസ് എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ച് ഞാൻ മേടിച്ചേക്കുന്നത് 16GB ആണ്. ടോട്ടൽ 16GB, അതായത് ഒരെണ്ണത്തിൽ 8GB. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ രണ്ടിലും 2 സൈസുള്ള റാം യൂസ് ചെയ്യാതെ ഒരേ സൈസുള്ള 2 റാം യൂസ് ചെയ്യുക. അതുപോലെ 2 സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 8GBയുടെ ഒരു റാമാണ് വേണ്ടത്, അല്ലെങ്കിൽ 8GB മൊത്തം റാം വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നമ്മൾ 4GBയുടെ റാം വെക്കുക. അപ്പോൾ അങ്ങനെ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ കാര്യം പറഞ്ഞു, പ്രൊസസറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഈ ക്യാബിനാണ് SSD നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ C ഡ്രൈവ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ SSD യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ അകത്താണ്. സോ കാണിക്കാൻ പറ്റുന്നതല്ല, ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുണ്ട്. അപ്പം ഒരു ഹാർഡ് ഡിസ്ക്കാണ് തൽക്കാലം ഉപയോഗിക്കുന്നത്. 1TBയുടെ ഹാർഡ് ഡിസ്ക്കാണ്. ഇതിനകത്ത് നമുക്ക് 2 ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള 3 ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. സോ അതിൻ്റെ വയറിങ് നമ്മളിവിടെ കൊടുത്തേക്കാണ്. പിന്നെ ഈ ഒരു ക്യാബിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതാണ് നേരത്തെ, നമുക്ക് 6 ഫാനുകളാണ് ഈ ക്യാബിനകത്തുള്ളത്. അപ്പം എന്താണ് ഇത് ഫ്രണ്ടിലുള്ള നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 3 ഫാനുണ്ട്. ഇവിടെ നിന്നാണ് എയർ നമുക്ക് ഇൻടേക്ക് ഉള്ളത്. അതുപോലെ തന്നെ എയർ ഔട്ട് ചെയ്യുന്നത്, അതായത് എയർ ഫ്ലോ ഔട്ടിലോട്ട് പോകുന്നത് നമുക്ക് ഒന്ന് ബാക്കിൽ ഒരു ഫാനുണ്ട്, പിന്നെ മേളിൽ നമുക്ക് 2 ഫാനുണ്ട്. അങ്ങനെ മൊത്തം 6 ഫാനുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു എയർ ഫ്ലോ എന്ന് പറയുന്നത് തന്നെ ഇതുവഴി കയറി ഇങ്ങനെ പോകുന്നതായിരിക്കും. അതൊരു നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കൂളിംഗ് സിസ്റ്റമാണ് ഉള്ളത്. പിന്നെ നമുക്ക് പ്രൊസസറിൻ്റെ കൂടെ തന്നെയാണ് ഫാൻ കിട്ടുന്നത്. സോ ഫാൻ എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യം കാണില്ല. i5 അല്ലെങ്കിൽ ഇൻ്റലിൻ്റെയൊക്കെ പ്രൊസസർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫാൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത് 6GBയുടെ ക്യാബിനാണ്. അപ്പോൾ 6GBയുടെ പ്രത്യേകത ലൈറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗെയിമിംഗ് ഒരു ഫീൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നത്. നമ്മൾ CPU ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു ഗെയിമിംഗ് ഫീൽ, ആ ഒരു ബിൽഡിൻ്റെ ഒരു എന്താ പറയുക ഒരു പവർ നമുക്ക് അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ് ഒരു 6GBയുടെ ഒരു ക്യാബിൻ മേടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ക്യാബിൻ്റെ ബിൽറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വയറുകളും മറ്റു കാര്യങ്ങളൊക്കെ അധികം വലിച്ചു വാരി ഇടാത്ത രീതിയിൽ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ അപ്പുറ സൈഡ് ഇളക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് വയറിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റിന് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ക്യാബിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെക്കുന്നത് നമ്മുടെ എന്താ പറയുക ഈ പവറിൻ്റെ ആയാലും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെച്ച് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും ഇതിൻ്റെ അകത്തോട്ട്. അപ്പോൾ ആ ഒരു പുറമേന്ന് കാണാം. എന്തുകൊണ്ട് പുറമേന്ന് കാണുമ്പോൾ ആ ഒരു വൃത്തി വേണമെന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഷീൽഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ലൈറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് PC-യുടെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്യാബിനകത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡെല്ലിൻ്റെ മോണിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 20 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. എൻ്റെ വീടിൻ്റെ ബേസിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കറണ്ട് ഇതുണ്ട്, നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു UPS നമ്മൾ മേടിച്ചേക്കാണ്. UPS നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു CPU ഇത്രയും സ്പെക്കുള്ള CPU എന്തെങ്കിലുമൊക്കെ ഒരു ഓവർലോഡോ കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും. അത് ഏതൊരു കമ്പ്യൂട്ടർ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി സെക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു UPS മേടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതാണ് മൗസ്, കീബോർഡ് മറ്റുകളൊക്കെ എൻ്റെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ചിലവ് എനിക്ക് കുറവായിരുന്നു. അപ്പോൾ കീബോർഡ് മൗസൊക്കെ നമുക്കൊരു 500 തൊട്ട് 1500 2000 അപ്പോൾ റേറ്റിന് വ്യത്യാസത്തിനുള്ള പല കീബോർഡുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ നിങ്ങളൊരു പ്രിഫറൻസ് അനുസരിച്ചിരിക്കും, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണോ ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചാണ് ഞാൻ തൽക്കാലത്തേക്ക് അത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എർത്തിങ് ഈ റൂം ഇവിടെ റെൻറ്റിന് താമസിക്കുകയാണ്. അപ്പം മേളത്തെ നിലയിൽ ഇവിടെ എർത്തിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്, ഇവിടെ എർത്തിങ് ഇല്ല.
അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് എർത്തിങ് ഡയറക്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടി മെനക്കെട്ടൊരു പരിപാടി ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടൊരു സ്വിച്ച് ബോർഡ് മേടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ എർത്തിങ് കൊടുത്തേക്കാണ് താഴത്തേക്ക്. ഇതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഫാസ്റ്റ് ബൂട്ടപ്പ് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഓവർക്ലോക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഓവർക്ലോക്കിംഗ് ചെയ്ത് നമ്മൾ ഗെയിമിംഗ് മോഡ്, അതായത് ഇതിൻ്റെ ഒരു മാക്സിമം പെർഫോമൻസ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ, ഗെയിമിംഗ് മറ്റു കാര്യങ്ങളെ കുറിച്ച് റിവ്യൂ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാർട്സ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഇതുപോലൊരു PC നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പവർ സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും.